ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിലെ നാളത്തെ നല്ലൊരു ഒറിജിനൽ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയൻകുട്ടൻ അവിടെ നിന്ന് രാത്രി വേദയും വിക്രം ഇല്ലാത്ത സമയത്ത് ഇറങ്ങി പോവാണ് ചെയ്യണേ കേട്ടോ. വേദയും വിക്രം ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് തേയിലത്തോട്ടത്തിന്റെ ഒരു നടുക്ക്. അവിടെ ഇങ്ങനെ വിറച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ വിക്രം പെട്ടെന്ന് എടുക്കുമ്പോഴേക്കും അനിയൻകുട്ടൻ വിക്രത്തിന് ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടെങ്കിലും വിക്രം വേഗം തന്നെ അനിയൻകുട്ടനെ പിടിക്കുകയാണ്. അപ്പൊ വേദ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാന്ന് പറയാണ്. അങ്ങനെ വേദയും വിക്രവും കൂടി അനിയൻകുട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൊതച്ച് കിടത്തി ഉറക്കുക കേട്ടോ. പിന്നീട് പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ വിക്രം. വേദ ചോദിക്കേണ്ട ഉറങ്ങുന്നില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല, നീ കിടന്നോ. പെട്ടെന്നാണ് വേദ ശ്രദ്ധിക്കുന്നത്. വിക്രത്തിന്റെ കൈകളിലൊക്കെ മുറിവുണ്ട്. അതായത് അനിയൻകുട്ടനെ ബലം പിടിച്ച് കൊണ്ടുവന്നില്ലേ, ആ സമയത്ത് വിക്രത്തിന്റെ കൈകളിൽ അനിയൻകുട്ടൻ നന്നായിട്ട് കടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നല്ല മുറിപ്പാടുകളുണ്ട്. വേദ ചോദിക്കുന്നു, ഞാൻ മരുന്ന് വെച്ച് തരണോ? വേണ്ട, ഇത് കുഴപ്പമൊന്നുമില്ല, ശരിയായിക്കോളും എന്നൊക്കെ പറയാണ്. ശേഷം വിക്രവും വേദയെ ഒരുമിച്ച് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെ കാണിക്കാൻ പോണത് നമ്മുടെ പള്ളിയിൽ അച്ഛനുണ്ടല്ലോ, അച്ഛനെയാണ് കാണിക്കുന്നത്. അച്ഛനിങ്ങനെ ബൈബിളൊക്കെ വായിച്ച് പള്ളിയിൽ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ചേട്ടൻ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ആ ചേട്ടനോട് ചോദിക്കണ്ടല്ലോ, പുതിയ രണ്ടുപേര് വന്നു, നീ പറഞ്ഞിരുന്നല്ലോ വിക്രവും വേദയല്ലേ? അതെ, അവരുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, അനിയൻകുട്ടൻ. അവരിവിടെ വന്ന് എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരൊന്ന് കാണണം എന്ന് പറയാണ്. അതിനെന്താച്ചോ, ഞാൻ അവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏട്ടൻ നേരെ പോകുവാണ്. എന്നിട്ട് വിക്രത്തിനോട് വേദിയെടുത്തും പറയണ്ട്, നമ്മുടെ പള്ളിയിൽ അച്ഛനുണ്ട്, നല്ല മനുഷ്യനാണ്, അത് ആ അച്ഛൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനിയൻകുട്ടിനെയും കൂട്ടിക്കൊണ്ട് നിങ്ങളൊന്ന് അച്ഛന്റെ അടുത്തേക്ക് വരാവോ? അതിനെന്താ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം എന്ന് പറയാണ്. അങ്ങനെ വേദയും വിക്രവും കൂടി അനിയൻകുട്ടിനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോവാട്ടോ. അപ്പൊ അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ട്. വേദേനെയും വിക്രത്തിനെ അനിയൻകുട്ടനെയും നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയെടുത്തും വിക്രത്തും പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും പേടിച്ചു ഒളിച്ചോടി ഇങ്ങോട്ടേക്ക് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. വേദം ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ അച്ഛൻ പറയണ്ടേ, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നേന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ കൂട്ടത്തിലുള്ള ഇയാള് ഇത് നിങ്ങളുടെ സുഹൃത്താണല്ലേ? അതെ അച്ഛോ, സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്റെ കൂടപ്പിറപ്പ് തന്നെയാണ് എന്ന് വിക്രം പറയാണ്. ഇദ്ദേഹം എന്താ ഇങ്ങനെ പെട്ടെന്നെന്തോ പേടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായ പോലെയാണല്ലോ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നുന്നത് എന്ന് അച്ഛൻ പറയുമ്പോൾ വിക്രം പറയണ്ട, അതെ, ഇയാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പഞ്ചപാവമായിരുന്നു. പക്ഷെ എന്താന്ന് അറിയില്ല, എന്തോ കണ്ട് പേടിച്ചിട്ടാണ് എന്താന്ന് അറിയില്ല അച്ഛോ, പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത വിഷമമാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ വേഗം തന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്ന് അവിടുന്ന് കുറച്ച് തീർത്ഥം പോലെ എന്തോ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനിയൻകുട്ടന്റെ കൈകൾ തലയിൽ ഇങ്ങനെ തളിക്കുവാട്ടോ അത്. എന്നിട്ട് നമ്മുടെ വിക്രത്തോട് പറയുന്നുണ്ട്, വിക്രം, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അനിയൻകുട്ടൻ എന്തൊക്കെയോ കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അനിയൻകുട്ടൻ തീർച്ചയായിട്ടും പഴയ പോലെ ആകും, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. പിന്നെ നിങ്ങളെ ദൈവം കാക്കും. ഒരിക്കലും എന്റെ മനസ്സിൽ തന്ന കാര്യം നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. ഇപ്പൊ ചെറിയ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് നാളെയുടെ സന്തോഷമായിട്ട് മാത്രം കരുതിയാൽ മതി. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ. അനിയൻകുട്ടന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും, എത്രയും പെട്ടെന്ന് തന്നെ മാറും. അനിയൻകുട്ടൻ പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടാവാ. വേദക്ക് വിക്രത്തിന് സന്തോഷമാണ്. അച്ഛൻ തലയെ തൊട്ട് 2 പേരുടെയും 3 പേരുടെയും അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ നിന്ന് പോകുമ്പോഴേക്കും മേരിക്കുട്ടി വരും കേട്ടോ. അതെ, ഇന്നു മുതൽ ജോലിക്ക് കയറാതെ വേദ പറഞ്ഞിരുന്നല്ലോ, നമുക്കെന്നാ പോയാലോ? വിക്രം ചോദിക്കണ്ടോ, വേദ തനിക്ക് പോണോടോ? ഈ പൊരി വെയിലത്ത് താൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല വിക്രം, ഞാൻ പോയിട്ട് വരാം, എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ വേദ ഒരു സാരിയെ കൊടുത്ത്, ഒരു കോട്ടൺ സാരിയെ കൊടുത്തിട്ടാണ് പോണത്. അങ്ങനെ തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ വേദക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അവിടുത്തെ പുള്ളിക്കാരത്തി, ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് തേയിലയുടെ ഇലകൾ ഇങ്ങനെയാണ് വേർതിരിച്ചെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ആ സമയത്താണ് നമ്മുടെ ധ്രുവൻ അവിടെ ഉള്ളത്. ധ്രുവൻ എന്ന് ഉദ്ദേശിച്ച ഗൗരിശങ്കരത്തിലെ ആ ഒരു വില്ലൻ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇതിൽ എന്താണെന്ന് കാണിച്ചിട്ടൊന്നുമില്ല, പ്രൊമോയിലാണ് ആദ്യമായിട്ട് കാണിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ധ്രുവൻ തന്നെ പറഞ്ഞു കേട്ടോ. ധ്രുവൻ അവിടെ ഉണ്ടാവുന്നത്. ധ്രുവൻ വേദനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദ വരുമ്പോൾ ധ്രുവന് ആദ്യ നോട്ടത്തിൽ തന്നെ വേദത്ത് വല്ലാത്തൊരു പ്രണയം തോന്നുക കേട്ടോ. വേദന തന്നെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദന വിവാഹം കഴിഞ്ഞെന്നൊക്കെ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അതെ, ആ പെൺകുട്ടിനെ നോക്കണ്ട കേട്ടോ. ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞാണ്, ആ പെൺകുട്ടിയുടെ ഭർത്താവും കൂടെ തന്നെയുണ്ട്. ആരുണ്ടെങ്കിലും എന്താ, അവളെ കണ്ട ആരാരും നോക്കി നിന്ന് പോകും, എന്തൊരു ശാലീന സൗന്ദര്യമാണ് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ധ്രുവ വായ പൊളിച്ച് നിൽക്കാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വേദന പിന്നാലെ നടക്കാൻ ഒരു കാമുകരായി നമ്മുടെ ധ്രുവൻ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.